തെക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ? ക്രിസ്റ്റീന, അതിൽ പ്രധാനപ്പെട്ടത് ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണ്. അതിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മുഖ്യപ്രതികൾക്കടക്കം സ്വാഭാവിക ജാമ്യം ലഭിച്ചേക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ഹർജിയാണ് ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുകയും ചെയ്യുന്നത്. നേരത്തെ തന്നെ ദ്വാരപാലക കേസിൽ 90 ദിവസം റിമാൻഡിൽ കഴിഞ്ഞതിനെ തുടർന്ന് ജാമ്യം ലഭിച്ചിരുന്നു. ഇനി കട്ടിളപ്പാളി കേസിൽ കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അത് വലിയ വിമർശനത്തിനും കാരണമാവുകയും ചെയ്യുന്നുണ്ട്. നാലാമതായാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ഒരു ജാമ്യം ലഭിച്ച് പുറത്തേക്ക് ഇറങ്ങാനും പോകുന്നത്. അത് തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിയമസഭ തുടരുന്നു. ബജറ്റിന്മേലുള്ള പൊതുചർച്ച ഇന്നും ഉണ്ടാകും. ഇന്നാണ് ബജറ്റിന്മേലുള്ള പൊതുചർച്ചയുടെ സമാപനം. കൂടാതെ ഇന്നലെയൊക്കെ കണ്ടതുപോലെ തന്നെ അതിസാധാരണമായിട്ടുള്ള സംഭവങ്ങൾ ഇന്നും സഭയിൽ തുടരും. അത് പ്രതിപക്ഷ പ്രതിഷേധം തന്നെയാണ്. ഇന്നലെ സ്പീക്കറുടെ ഡയസിലേക്ക് കയറുന്ന പ്രതിപക്ഷ അംഗങ്ങളെ കണ്ടതാണ്. അതിന്റെ തുടർച്ച ഇന്നും ഉണ്ടാകും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനമായി വരികയും ചെയ്യുന്നത്. SITക്ക് മുകളിൽ സർക്കാരിന്റെ സമ്മർദ്ദമുണ്ട് എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണമായി വരികയും ചെയ്യുന്നത്. കൂടാതെ ഇന്ന് കേന്ദ്ര അവഗണനയ്ക്കെതിരെ സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി ഒരു പ്രമേയം അവതരിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇന്ന് സഭ വീണ്ടും പ്രക്ഷുബ്ധമാകാനുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത്. അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഈ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ തന്നെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കാനാണ് തയ്യാറാകുന്നത്. അതിൽ കോൺഗ്രസിന്റെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂദനൻ മിസ്ത്രി തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. അതിൽ കൂടുതൽ കാര്യങ്ങളുണ്ടാകും. സ്ഥാനാർത്ഥി പട്ടിക അടക്കമുള്ള കൂടുതൽ കാര്യങ്ങൾ ചർച്ചയുണ്ടാകും. അതിലൊരു സാധ്യതാ പട്ടിക തയ്യാറാക്കാനാണ് സ്ക്രീനിംഗ് കമ്മിറ്റി ഇന്ന് ലക്ഷ്യം വയ്ക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് DCC അധ്യക്ഷൻ മുതൽ ഇങ്ങോട്ടുള്ള KPCC അധ്യക്ഷൻ വരെയുള്ള ആളുകളുമായി മധുസൂദനൻ മിസ്ത്രി ചർച്ച ചെയ്യും. അതിനുശേഷം സർവേ ഫലം അടക്കം പരിഗണിച്ചായിരിക്കും സാധ്യതാ പട്ടിക തയ്യാറാക്കുന്നുണ്ടാവുക. അതിനുള്ള ഒരുക്കത്തിൽ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മുഴം മുന്നേ പോവുക എന്നുള്ള ഒരു രീതിയിലാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. അതിനുള്ള ഒരുക്കമാണ് നടക്കുകയും ചെയ്യുന്നത്. ശരി, മേഘന മുരളിയാണ് തെക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന വാർത്തകളുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.